കാരൂർ നീലകണ്ഠപിള്ളയുടെ കോഴിയും കിഴവിയും. നാടക സംബന്ധമായ ഇത്തരം വീഡിയോസ് ലഭിക്കാൻ മഴവില്ല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. കോഴിയും കിഴവിയും. ഇതെന്നെ ഇട്ട് ഓടിക്കുവാണല്ലോ കർത്താവേ. ഇതിനെയൊക്കെ വളർത്താൻ എളുപ്പമാ, കൊല്ലാനാ വയ്യാത്തത്. എടാ പൂവൻകോഴി, ഈ വയസ്സുകാലത്ത് എന്നെ ഇട്ട് ഓടിക്കാതെടാ. മുളകും മല്ലിയും പരത്തി എണ്ണയിലിട്ട് വറക്കുമ്പോ എന്റെ കർത്താവേ എന്നാ മണമാ. അത് ഓർക്കുമ്പോഴാ നിന്റെ പുറകെ ഞാൻ വെച്ച് പിടിക്കുന്നത്. എന്റെ കർത്താവേ, ആ ഏലിച്ചേട്ടത്തിയുടെ കോഴിയായിപ്പോയി. വലിയ കാണായിരുന്നു അന്നമ്മയുടെ മിടുക്ക്. അയ്യോ എന്റെ കർത്താവേ, എന്നെ പണി. ഭാഗ്യമായി അവന് കണ്ടില്ല. ഏലിച്ചേട്ടത്തി, ഏലിച്ചേട്ടത്തി, നിങ്ങളുടെ കോഴി കണ്ടു നടക്കുന്നു. പിള്ളേരാ രണ്ട് കല്ലെറിഞ്ഞതാ. കയ്യോട്ടത്തിന് എന്റെ കഴുത്തിലോ മറ്റോ കൊണ്ടു. അതങ്ങ് ചത്തുപോയി. അരത്തുലാമുണ്ട് കേട്ടോ. എന്നാണ് നശിപ്പിക്കുന്ന ഒരു കോഴി? അവര് മുഖം വീർപ്പിച്ചോണ്ടാ പോയെ. നീ മുഖമൊന്ന് വീർപ്പിച്ചേക്കാമായിരുന്നില്ലേ? അത് അവരെടുത്തോണ്ട് പോവുമായിരിക്കും. ഇല്ലെങ്കിൽ വല്ല പട്ടിയും വന്ന് കടിച്ചെടുത്തോണ്ട് പോകും. നേരെ സന്ധ്യയാവാറായിരുന്നു. എടി അന്നാമേ, സത്യത്തിൽ എങ്ങനെയാണ് ഈ മത്തായിയുടെ കോഴി ചത്തത്? ദാ നിൽക്കുന്നു നിങ്ങളുടെ പുന്നാര മോൻ, ചോദിച്ചു നോക്ക്. എടാ പന്ന കോഴി, ഈ കല്ലുകൊണ്ട് നിന്റെ ശല്യം ഞാൻ ഇന്ന് തീർക്കും. എന്റെ കർത്താവേ, ആരെങ്കിലും കണ്ടു കാണുമോ എന്തോ. എടോ നാടകക്കാരാ, തന്റെ നാടകം അവിടെ നിർത്തണു. കോഴി പ്രശ്നമൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം മത്തായിയുടെയും മാർക്കോസിന്റെയും ചരിത്രം പറയാൻ നോക്ക്. തനിക്കറിയില്ലേ, ഞാൻ പറഞ്ഞു തരാടോ ചരിത്രം. ഒരു കയ്യാല കൊണ്ട് വേർതിരിക്കപ്പെട്ട രണ്ട് പറമ്പ്, ഒന്ന് നമ്മുടെ മത്തായിയുടെ, ഒന്ന് മാർക്കോസിന്റെ. കുറെ കാലം മുമ്പ് രണ്ടും ഒരു പറമ്പായിരുന്നു കേട്ടോ. മാർക്കോസിന്റെ അപ്പന്റെ വകയാണ്. അയാൾ അതിനൊരിക്കൽ കുറച്ച് സ്ഥലം നമ്മുടെ മത്തായിയുടെ അമ്മയ്ക്ക് പാക്കാൻ കൊടുത്തു. അവരാണെങ്കിലോ ഉപ്പും മുളകും കാപ്പിത്തൊണ്ടും ഉണക്കമീനും വടക്കൻ പുകയിലും മണ്ണെണ്ണയും പാണ്ടലവും അങ്ങനെ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും വിൽക്കുന്നൊരു പീടികയായി അവരുടെ തീരുമാനം. അന്ന് ഈ മത്തായി പിച്ച നടന്ന് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഇവരുടെ പീടികയ്ക്ക് അടുത്തൊരു വലിയ പാടമുണ്ട് കേട്ടോ. പാടത്തെ പണിക്ക് വരുന്നവരൊക്കെ ഈ പെമ്പിളയുടെ കടയിൽ നിന്ന് ആ സാധനം വാങ്ങിക്കുന്നത്. എന്നാ കച്ചവടമാണെന്ന്, എന്നാ വളർച്ചയായിരുന്നു. അരിപ്പെട്ടി, വെറ്റില, പാക്ക്, ഉണക്കറൊട്ടി, പഴം, ഇങ്ങനെ ഒന്നും പറയണ്ട. മത്തായിയുടെ അമ്മ അങ്ങനെ വാങ്ങാൻ. എനിക്ക് തിരി ചക്കര കാപ്പിയും കൂട്ടും കിടക്ക്. പുതിയ ചുറ്റിട്ട് ഇറങ്ങാറാകുമ്പോ പറയണേ ചേട്ടത്തിയെ. കർത്താവ് ഈശോ മിശിഹാ തമ്പുരാന്റെ കൃപയാ. കെട്ടിയാൻ കള്ളപ്പുകല ചുമടിന് പോയി ഇട്ടിക്കൊണ്ട് ചത്തത് കൊണ്ട് അവർക്ക് വന്ന ഭാഗ്യമാ. അല്ലെങ്കിൽ ഇതൊക്കെ അവൻ ഒരു ദിവസം കൊണ്ട് കുടിച്ച് മൊള്ളിയാന് അവളൊട്ട് കച്ചവടം ചെയ്യാനും പോണില്ല. അയ്യോ, അവളുടെ ഒരു ഭാഗ്യം എന്നാ പറയാ. എടേ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, അതിനിടെ കയറാൻ താൻ ആരാന്നേ? അയ്യോടാ, ഞാനും ഒരു പഴമക്കാരനാ. താൻ ആരുവാ എന്നോട് ചോദിക്കാൻ? പിന്നെ മാർക്കോസിന്റെ വീട്ടിലാണെങ്കിൽ സമാധി സ്വത്തുണ്ട്. പുള്ളിക്കാരന്റെ ഒന്നാമത്തെ പണി പള്ളി പോക്കാം, രണ്ടാമത്തെ പണി കൃഷിയും. നല്ല ഐശ്വര്യമുള്ള കുടുംബമാണ്. പക്ഷേ മൂപ്പരും മൂപ്പത്തിയും തമ്മിൽ ഒരു കാര്യത്തിൽ മാത്രം ഭിന്നിപ്പുണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയാമോ?
ആരും അറിയണ്ട, അടുത്തോട്ട് നിന്റെ നാടാക്കാരാ. എന്നാ പറഞ്ഞാലും ഞാൻ പെണ്ണിനെ പെറു. നീ എന്നാ പറഞ്ഞാലും നീ ആണിനെ പെറാവൂ. ഇല്ല, പെണ്ണിനെ പെറു. പറ്റത്തില്ല, ആണിനെ പെറാവൂ. പെണ്ണ്, ആണ് പെണ്ണ്, ആണ് പെണ്ണ്, ആണ് പെണ്ണ്. ആണ്. അങ്ങനെ തുടരെ തുടരെ 7 പെൺമക്കളെ മൂപ്പത്തിയാര് പെറ്റിട്ടു. നാടാക്കാരാ, അടുത്തോട്ട് വാ. ഏറ്റവും ഒടുവിൽ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ പെമ്പിള തോറ്റുകൊടുത്തു എന്നാ പറയുന്നത്. അങ്ങനെയുണ്ടായ ചെറുക്കലാ മർക്കോസ്. ഞാനും ഒരു പഴമക്കാരനാ. അങ്ങനെ കാറ്റ് മാറി വീശി മർക്കോസിന്റെ പറമ്പ് ചെറുതായി, മത്തായിയുടെ പറമ്പ് വലുതുമായി. മത്തായി ആണെങ്കിലോ പണക്കാരനുമായി. ദേ, ആ കയ്യാൽ ഇടിഞ്ഞു പോയെന്നും പറഞ്ഞ അന്നമ്മ വാ വെക്കുന്നു. നിങ്ങൾ അങ്ങോട്ട് നോക്കാനേ പോണ്ട. ദേ, ആ ചീഞ്ഞളിഞ്ഞ സാധനങ്ങളൊക്കെ എടുത്ത് ആ മർക്കോസിന്റെ പറമ്പിലോട്ടിട. മത്തായിക്കാണെങ്കിൽ പണമുണ്ടെന്ന ഭാവം, മർക്കോസിനാണെങ്കിലോ കുടുംബമഹിമയിൽ അഭിമാനം. ഇവരുടെ വഴക്ക് മക്കളിലേക്കും പടർന്നു. വീട്ടുകാർ തമ്മിലുള്ള വഴക്ക് മക്കളിലേക്ക് പടരുന്നത് അത്ര നല്ല സുഖമുള്ള കാര്യമല്ല. അമ്മച്ചി, അവൻ എന്റെ പുറത്തടിച്ചേച്ച് ഓടിക്കളഞ്ഞു. ഈ മത്തായിയുടെ പറമ്പിലെ ഒരു പേരമരമുണ്ട്. നാടാക്കാരാ, താൻ ആ പേരമരത്തിന്റെ ചോട്ടിലൊന്ന് പോയി നോക്കിക്കേ. കൊതിക്കാൻ വന്ന് നിക്കുവാണോ? ഞാൻ ഞങ്ങളുടെ പറമ്പിലാ നിൽക്കുന്നേ. അവിടെ നിന്നോ, കൊതിക്കാതിരുന്നാ മതി. നിങ്ങളാ കൊതിയന്മാര്, ഞങ്ങളുടെ പേരെയല്ലേ. നിങ്ങളുടെ കൊതി കൊണ്ടല്ലേ നിങ്ങൾ ഈ പറമ്പ് മേടിച്ചേ. അയ്യ, കൊതിക്കാതെ ഇതെടുത്തോണ്ട് പോ. അയ്യോ, എന്റെ നെറ്റിയെ മുഴച്ച്. നിന്നോട് കർത്താവ് ചോദിക്കേടാ എന്റെ അമ്മച്ചി. കുട്ടികൾ പിണങ്ങാനും ഇണങ്ങാനും ഒന്നും അധിക നേരം വേണ്ട. അമ്മച്ചി, ഞാൻ സ്കൂളിലോട്ട് പോവാ. എന്റെ നെറ്റിക്കെറിഞ്ഞ് വഴി തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. 2 പേരയ്ക്ക. ആർക്കാന്നാ കൊണ്ട് കൊട്. ഞാനേ അറിഞ്ഞോണ്ട് നെറ്റിയെ കൊള്ളിച്ചതല്ല. എന്നോട് മിണ്ടരുത്. ഇഷ്ടം കൊണ്ടാ ഞാൻ പേരയ്ക്ക ഇട്ട് തന്നത്. എനിക്ക് വേണ്ട. ഈ പേരയ്ക്ക മേടിക്കരുത്. നീ ഇത് മേടിച്ചു തിന്നില്ലെങ്കിൽ ഞാൻ ആ പേര വെട്ടിക്കളയും. വെട്ടിക്കള. നീ കരഞ്ഞതുകൊണ്ടാ ഞാനും തിന്നാതെ വെച്ചത്. നീ തിന്നാലേ ഞാനും തിന്നത്തുള്ളൂ. കർത്താവാണേ സത്യം. എന്നാലേ ഒന്ന് ചാക്കോച്ചൻ തിന്നെ. കള്ളി പെണ്ണ്, എന്നെ അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞു. കൊള്ളാം കൊള്ളാം. എന്നാ ചാക്കോച്ചന്റെ വണ്ടി കയറിക്കോ. നാടകക്കാരാ, ഇനി തന്റെ നാടകം തുടങ്ങിക്കോ. ചരിത്രം ഇവിടെ തീരുവ. കോഴിക്കറിയുള്ളതുകൊണ്ട് ഇന്നത്തെ അത്താഴം നന്നായി. ഇനി ഒന്ന് നടുനിവർക്കട്ടെ. എന്നാലും ആ കോഴി എങ്ങനെയാ ചത്തത്? മർക്കോസ് ഒപ്പിച്ച പണിയായിരിക്കും. മോനെ, മൂട് മറക്കരുത്. അന്ന് ഞാൻ ഈ നാട്ടിലെ കേമന്മാരോടൊക്കെ കെഞ്ചിയിട്ട് ഒരു മാടം വെച്ച് കിടക്കാൻ ആരും സമ്മതിച്ചില്ല. ഈ വേലിക്കകത്ത് കാലെടുത്ത് കുത്തിയത് മുതലാ പഷ്ണി ഒഴിഞ്ഞത്. മർക്കോസിന്റെ അപ്പനുണ്ടല്ലോ, അയാള് നിന്നെ മകനെ പോലെയാ വിചാരിച്ചിരുന്നത്. അതറിയൂടാ നിനക്ക്. എന്നാൽ അമ്മ പറ, ഈ മാർക്കോസിന്റെ അപ്പൻ എന്നെ മകനെ പോലെ കരുതാൻ എന്താ കാരണം? ഉറങ്ങാൻ നോക്ക്. അല്ല പിന്നെ മത്തായി, ഞാൻ നിന്റെ പൂവൻ കോഴിയാണ്. നിനക്ക് മർക്കോസിന്റെ പുരയിടം സ്വന്തമാക്കട്ടെ. അവന് മലബാറിലേക്ക് കെട്ടുകിട്ടിക്കട്ടെ. അതിന് പറ്റിയ സന്ദർഭം ഇതാ.
എന്റെ കോഴിയെ മാർക്കോസ് കൊന്നിരിക്കുന്നു. മത്തായി, നിന്റെ വിപ്ലവം തുടങ്ങാൻ സമയം. മാർക്കോസേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ദേ മനുഷ്യ, ഒന്ന് എണീറ്റേ. പുറത്തൊരു പോലീസുകാരൻ വന്ന് നിൽക്കുന്നു. ചെന്ന് കാര്യം അന്വേഷിക്കേ. എന്നതാ ഏമാനെ, എന്നതാ പ്രശ്നം? നിങ്ങൾ ആ മത്തായിയുടെ കോഴിയെ കാക്കുന്ന ആ കേസ് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും കേട്ടോ. എന്റെ കർത്താവേ, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണേ. എന്നാലും എന്റെ മാർക്കോസേ കൊള്ളോ. നോക്കിക്കോ, മാർക്കോസിനെ പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും നടത്തിക്കും. കോഴിയുടെ തുപ്പലും കാലും തലയും തൊണ്ടി മുതലായി തലയിൽ വെച്ചോണ്ടായിരിക്കും. കാണാതല്ല ചേലായിരിക്കും. മാർക്കോസിന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു? ഏമാനെ, ഞാൻ ഇന്നലെ കോഴിയിറച്ചിയെ വെച്ചിട്ടില്ല. വേണം അടുക്കള കയറി നോക്കിക്കോ. നേരാ, ഇന്നലെ ഇറച്ചിക്കറിയുടെ മണം ഒന്നും മർക്കോസിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടില്ല. പക്ഷേ ഒരു മണം വന്നായിരുന്നു. ആണോ? അതൊക്കെ കോടതിയിൽ വന്ന് പറഞ്ഞാൽ മതി. എന്റെ അന്വേഷണക്ക് തടസ്സം ഉണ്ടാക്കരുത്. എന്നാൽ വാ പോകാം. പോകാം. ഇനി എന്നാ തിരിച്ചു വരുന്നതെന്ന് അറിയാൻ മേലല്ലോ. അങ്ങേതിൽ അമ്മ വയസ്സായിരിക്കുക. തിരിച്ചു വരുമ്പോഴേക്ക് അവരെ കാണാൻ ഭാഗ്യമുണ്ടായില്ലെങ്കിലോ. അതിൽ ഒന്ന് കേറിയിട്ട് പോകരുതോ? ശരി ശരി. എന്താ കർത്താവേ, എന്റെ കെട്ടിയവനെ കൊണ്ടുപോകുന്നേ. എനിക്ക് തരാൻ എന്നതും കൊണ്ടാ മർക്കോച്ചൻ വന്നിരിക്കുന്നേ. ഇങ്ങോട്ട് കേറിയിരി. എന്താ അവിടെ ഒരു നിലവിളി കേട്ടത്? ഞാൻ ഇങ്ങേരുടെ കൂടെ ഒന്ന് പോകുക കച്ചേരിയിലേക്ക്. ഇവിടത്തെ കോഴിയെ കട്ടതിന് ഞാൻ കട്ടെന്നാ മത്തായി പറയുന്നത്. ഞാനിനി എന്നാ വരികെന്ന് ആർക്കറിയാം. അതുവരെ എൻ്റെ വീട് അമ്മ നോക്കിക്കൊള്ളണം. എൻ്റെ മോൻ മത്തായി ഉണ്ടോ ഈ കൂട്ടത്തില്? അവനോടൊന്ന് പറഞ്ഞേ എന്റെ കയ്യിൽ പിടിച്ച് വടക്കേതിലോട്ടൊന്ന് കൊണ്ടുപോകാൻ. ഞാൻ അവിടെ കടന്ന് ചത്തോളാം. നന്ദി കെട്ട ഈ വംശത്തിന്റെ കൂടെ എനിക്ക് കഴിയാൻ മേല. ഇന്നലെ ഇവിടെ ഈ കൊച്ചുങ്ങളെ പോലും അറിയിക്കാതെ മാപ്പണയും പെമ്പണയും കൂടെ കോഴിയെ വേവിച്ച് തിന്നേച്ച് അവന്റെ പേരിൽ കേസും അവന്റെ പാട്ടിന് വിട്ടേച്ച് നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോയി. പിന്നെ മത്തായേ, കള്ളി വെളിച്ചത്തായേ. എടമത്തായി, കള്ളൻ കപ്പിൽ തന്നെ മത്തായി, നീ ഇവിടെ ഒളിച്ചിരിക്കുക എന്നോടാ. ഇറങ്ങടാ, ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. വല്യമ്മയെ കണ്ടപ്പോ മത്തായി ഇറങ്ങി ഓടുന്നേ. എന്റെ കർത്താവേ, നീ തുണച്ചല്ലോ. കോഴിയും കിഴവിയും നിന്റെ അത്താഴമായി മാറിയ പൂവൻ കോഴിയാണ് ഞാൻ. നീ വരുത്തി വെച്ച വയ്യാവേലിയിൽ നിന്നും നീ സ്വയം രക്ഷപ്പെട്ടുകൊള്ളുക. ബന്ധങ്ങളും കടപ്പാടുകളും മറന്നു ജീവിക്കുന്നു മത്തായി. കോഴിയോട് കളിച്ചാൽ ഇങ്ങനെ
ഇതാ പറയുന്നത് ജീവൻ പോകുമ്പോൾ കണ്ണ് നിറയാത്തത് കണ്ണിൽ കൂടി വരേണ്ട വെള്ളം വായിൽ കൂടി വരുന്നത് കൊണ്ടാണെന്ന്. എടോ നാടകക്കാരാ, തന്റെ നാടകം നന്നായി. പുതിയ തലമുറയ്ക്കെങ്കിലും സ്നേഹബന്ധങ്ങളുടെ വില നഷ്ടപ്പെടാതിരിക്കട്ടെ. പേരയ്ക്ക തിന്നും കൊടുത്തും അവരെങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കട്ടെ. നന്നായി നാടകക്കാരാ, നന്നായി. എന്നാലേ ഒന്ന് ചാക്കോച്ചൻ തിന്നെ. കള്ളി പെണ്ണ് എന്നെ അങ്ങ് പീഡിപ്പിച്ച് കളഞ്ഞു. കൊള്ളാം കൊള്ളാം. എന്നാ ചാക്കോച്ചന്റെ വണ്ടി കയറിക്കോ.